നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ സഖ്യം 543 ലോക്സഭാ സീറ്റുകളിൽ 399 സീറ്റുകൾ നേടും എന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഇന്ത്യ ടി.വി. CNN അഭിപ്രായ സർവേ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി.ജെ.പി. മാത്രം 342 സീറ്റുകൾ നേടും എന്നുകൂടി സർവേ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള INDA എന്ന പ്രതിപക്ഷ മുന്നണി 94 സീറ്റുകൾ നേടിയേക്കാം എന്നുകൂടി ഈ സർവേ അഭിപ്രായപ്പെടുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെയാണ് ഈ INDA സഖ്യം 94 സീറ്റുകൾ നേടുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അവർ നടത്തുന്നുണ്ട്. മാത്രമല്ല, YSR കോൺഗ്രസും BJD, സ്വതന്ത്രർ, അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം കൂടി ഒരു 50 സീറ്റുകളെങ്കിലും നേടിയെടുത്തേക്കും എന്നുകൂടി സർവേ വ്യക്തമാക്കിയിരിക്കുന്നു. മാർച്ച് 1-നും 30-നും ഇടയിലാണ് സർവേ നടത്തിയതെന്നും 543 മണ്ഡലങ്ങളിലും തങ്ങൾ സ്വതന്ത്രമായി തന്നെ സർവേ നടത്തിയിട്ടുണ്ട് എന്നുകൂടി ഈ ചാനൽ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും BJP-യുടെ ഏറ്റവും മികച്ച വിജയത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ BJP 73 സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് ഈ സർവേ അഭിപ്രായപ്പെടുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ BJP ഏറ്റവും അധികം നേട്ടം ദക്ഷിണേന്ത്യയിൽ കൊയ്തിട്ടുള്ളത് കർണാടകത്തിൽ തന്നെയാണ്. അവർ സംസ്ഥാന ഭരണം പോലും നടത്തിയിട്ടുള്ളത് കർണാടകത്തിൽ മാത്രമാണ്. ഈ കർണാടകത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28-ൽ 22 സീറ്റുകളിൽ BJP വിജയിക്കുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ളത് കർണാടകത്തിലല്ല, മറിച്ച് തമിഴകത്താണ്. അവിടെ 39 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 39 ലോക്സഭാ സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ DMK 18 സീറ്റുകൾ മാത്രമേ നേടൂ എന്നാണ് പ്രവചനം ഉണ്ടായിരിക്കുന്നത്. അവിടെ 3 സീറ്റിൽ BJP വിജയിക്കുമെന്നുകൂടി സർവേയിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാടിന്റെ BJP അധ്യക്ഷനായ അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ. അതിനോടൊപ്പം തന്നെ തമിഴകത്തിന്റെ തലസ്ഥാനമായ ചെന്നൈയിലെ എലീറ്റ് ക്ലാസ് മണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ തേൻ ചെന്നൈ എന്നൊക്കെ പരാമർശിക്കുന്ന മണ്ഡലം തന്നെയാണ്. ഇവിടെ മത്സരത്തിനിറങ്ങുന്നത് BJP-യുടെ തമിഴിസൈ സൗന്ദരരാജനാണ്. ഇനി അടുത്ത മണ്ഡലം നീലഗിരിയാണ്. അവിടെ മത്സരത്തിനുള്ളത് കേന്ദ്രമന്ത്രി L. മുരുകനാണ്. ഈ 3 മണ്ഡലങ്ങളിലും BJP-ക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ആ 3 സീറ്റുകൾ BJP നേടുമെന്ന് തന്നെയാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. ഇനി ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ ആകെയുള്ളത് 25 ലോക്സഭാ സീറ്റുകളാണ്. YSRCP 10 സീറ്റുകളും TDP 12 സീറ്റുകളും നേടുമെന്നാണ് സർവേ പറയുന്നത്. നമുക്കറിയാം, 2019-ൽ ജഗൻമോഹൻ റെഡ്ഡി 22 സീറ്റുകൾ സ്വന്തമാക്കിയിടത്താണ് ഇത്തവണ YSRCP 10ലേക്ക് കൂപ്പുകുത്തുമെന്ന് സർവേ പറയുന്നത്. TDP ജനസേന BJP സഖ്യം നേട്ടമുണ്ടാക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായുള്ളത് തെലങ്കാനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ ഭരണമുള്ള രണ്ടാമത്തെ സംസ്ഥാനം കൂടിയാണ് തെലങ്കാന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ ചിത്രത്തിൽ പോലും ഇല്ലാതെ പോയ KCRന്റെ BRS ആവട്ടെ ഏറ്റവും അധികം നേട്ടം കഴിഞ്ഞ തവണ സ്വന്തമാക്കിയിരുന്നു. ആ BRS ഇത്തവണ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ തീർച്ചയായും അവിടെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് BJP തന്നെയായിരിക്കും. അന്ന് 3 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. എന്തായാലും നിയമസഭയിൽ ഉണ്ടായ ഒരു ട്രെൻഡ് ലോക്സഭയിൽ ആവർത്തിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തെലങ്കാനയിൽ BJPക്ക് വ്യക്തമായ വിജയ പ്രതീക്ഷകളുണ്ട്. ഇനിയുള്ളത് കേരളമാണ്. അവിടെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യ TV CNN സർവേ ഫലം പങ്കുവച്ചത്. എല്ലാ മാധ്യമങ്ങളും രാവിലെ തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കേരളത്തിൽ 3 സീറ്റുകൾ BJP നേടുമെന്നാണ് ഇന്ത്യ TV CNN സർവേ ഫലം അഭിപ്രായപ്പെടുന്നത്. പ്രധാനമായും ആറ്റിങ്ങലും തിരുവനന്തപുരവും തൃശ്ശൂരും തന്നെയാണ് സാധ്യതാ പട്ടികയിൽ നീണ്ടു നിൽക്കുന്നത്. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ BJPക്ക് കാര്യമായ മുന്നേറ്റം ഈ 2024-ൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മിഷൻ സൗത്ത് ഇന്ത്യ എന്നുള്ളത് മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിരന്തരം സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും അധികം ഇക്കുറി നേട്ടമുണ്ടാക്കാൻ പോകുന്നത് കർണാടകത്തിൽ തന്നെയായിരിക്കും. പക്ഷേ അപ്രതീക്ഷിതമായ നേട്ടം കൊയ്യാൻ പോകുന്നത് തമിഴകത്തും കേരളത്തിലും ആയിരിക്കും എന്നുകൂടി അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.